ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ പായസമാണ് കേട്ടോ. എല്ലാവർക്കും ഒരു പായസം കുടിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കില്ലേ. ചിലർക്ക് പാലൊഴിച്ചത്, ചിലർക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര വെച്ചിട്ടുള്ള പായസമാണ്. ഈ ഒരു പായസം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് കേട്ടോ. ഞാനിവിടെ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ കടലപ്പരിപ്പ് നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ കടലപ്പരിപ്പ് വെന്ത് വരണം. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വരും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി കേട്ടോ. നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി ആയിരിക്കണം. അതുപോലെ തന്നെ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തതാകുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ നമ്മൾ അരിപ്പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, നല്ലപോലെ തിളച്ചിരിക്കണം വെള്ളം. ഇളം ചൂടല്ല, നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അരക്കപ്പ് കടലപ്പരിപ്പിനാണ് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് പായസം ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ചേർക്കാതെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇളക്കി കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കരുത്. ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് ആക്കി കൊടുക്കുക. എല്ലാതും കൂടെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിലേക്ക് ലേശം നെയ്യാക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കും കൂടെ വേണം കേട്ടോ. ആ ഒരു ചൂട് മാറുന്നതിൻ്റെ ഉള്ളിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബലം വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ നീളത്തിലുള്ള ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അധികം തിക്കാവാതെ ലേശം ഒരു തിന്നായിട്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. എല്ലാതും ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഇതേപോലെ ഒരു വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തത് ആവി കയറ്റിയെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ആവി കയറ്റിയെടുക്കാം. ഇനിയിപ്പോൾ പായസത്തിന് വേണ്ട ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1/4 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരിച്ചെടുക്കണം. അതിലത്തെ കല്ലോ നാരൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ തേങ്ങാപ്പാലാണ് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1-ാം പാൽ എടുക്കുന്നത് ഞാൻ തേങ്ങ തിരുമ്മിയ ശേഷം അതിൽ ലേശം ഒരു പൊട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്താണ് ഈ 1-ാം പാല്. അധികം വെള്ളമില്ലാതെ നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്താണ് 1-ാം പാല്. ബാക്കി 2 മിക്സിയിൽ അടിച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് തേങ്ങാപ്പാൽ 3-ാം പാല് 2-ാം പാലൊക്കെ എടുക്കുക. അപ്പോൾ അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഉടഞ്ഞു വരണം കേട്ടോ. ആ ഒരു രീതിക്ക് വേണം ഇപ്പോൾ വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പിലേതുണ്ട്, പരിപ്പ് നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് ഈ ഒരു നെയ്യിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നല്ല പോലെ അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൽ കല്ലോ നാരൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചൂടൊന്ന് ആറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതും കൂടെ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ശർക്കര പാനിൻ്റെ കൂടെ തന്നെ നമുക്കിനി 3-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3-ാം പാല് ഒഴിച്ചു കൊടുത്തു കേട്ടോ, തേങ്ങാപ്പാൽ. ഇനി ഈ ശർക്കരയും പരിപ്പും 3-ാം തേങ്ങാപ്പാലും ഒക്കെ കൂടെ നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ. തിളച്ചത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുറുകി വരും കേട്ടോ.
അതായത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചുക്ക് പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക 1-2 ചതച്ചത് അല്ലെങ്കിൽ പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ലേശം ചുക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ളതുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് വീണ്ടും നല്ലപോലെ കുറുകി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. രണ്ടാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു പായസം നന്നായിട്ട് തന്നെ കുറുകി വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ച മണത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറി നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കടലപ്പരിപ്പും അതിലുള്ള ആ ഒരു അരിപ്പൊടിയുടേതും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുക, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.